നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയാദേവി. ആയുർവേദ ഡോക്ടറാണ്, ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റാണ്, കോസ്മെറ്റോളജിസ്റ്റുമാണ്. ഇപ്പോൾ മഴക്കാലമാണ്. ഇവിടെയും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴക്കാലത്ത് ആക്ച്വലി ആയുർവേദം സജസ്റ്റ് ചെയ്യുന്നുണ്ട് കർക്കിടക ചികിത്സ. അതായത് ഇപ്പോൾ കർക്കിടക മാസമാണ്, മഴക്കാല ചികിത്സ അല്ലെങ്കിൽ വർഷ ഋതുചര്യ എന്ന് പറഞ്ഞിട്ട് ആയുർവേദം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വർഷ ഋതുവിൽ മാത്രമല്ല, ആയുർവേദത്തിൻ്റെ ഒരു വളരെ വിശാലമായൊരു ടോപ്പിക്കാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ഓരോ ഋതുവിലും മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് ആയുർവേദം കൃത്യമായി പറഞ്ഞു തരുന്നു. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചത്. കാരണം മഴക്കാലത്ത് വൈകുന്നേരം ആകുമ്പോൾ ഒരു തോന്നലുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ, ചൂടോടെ എന്തെങ്കിലും ഒന്ന് കുടിച്ചാലോ എന്ന്. അപ്പം നമ്മൾ ചിലർക്കുണ്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയത്തൊരു ഡ്രൈവ് പോവുക, രാത്രിയിൽ ലേറ്റായിട്ട് ഫുഡ് കഴിക്കുക, വന്ന് കഴിച്ചിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങുക. പിന്നെ കല്യാണങ്ങളുണ്ട്, പാർട്ടികളുണ്ട്, റിസപ്ഷനുകളുണ്ട്. നമ്മൾ വൈകുന്നേരം പോയി വയറ് നിറയെ ഭക്ഷണം കഴിക്കും, ലേറ്റായിട്ട് വീട്ടിൽ വരും, കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കിടന്നുറങ്ങും. ഇതൊക്കെ ശരിക്കും നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് BP, കൊളസ്ട്രോൾ, ഡയബറ്റീസ് തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാനും പൊണ്ണത്തടിക്കും കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. അത് മഴക്കാലത്ത് മാത്രമല്ല, എപ്പോഴും ആയുർവേദം അനുശാസിക്കുന്നത് രാത്രി ഭക്ഷണം വളരെ മിതമായ രീതിയിൽ കഴിക്കുക. കാരണം അത് ഡൈജഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദഹനം നന്നായിരുന്നാൽ ആരോഗ്യം നന്നാവും. അഗ്നി അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറാണ് ആരോഗ്യത്തിൻ്റെ ഒരു മൂല കാരണമായിട്ട് ആയുർവേദം കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് പൊതുവേ ഈ ഒരു സമയത്ത് ഈ മഴക്കാലത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വിശപ്പ് കുറച്ച് കൂടുതലായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഈ രാത്രിയിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട്, അതായത് ഈ ഒരു ഋതുകാലം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. എന്ന് വെച്ചിട്ട് ഇപ്പോൾ കല്യാണങ്ങളും റിസപ്ഷനുകളും പാർട്ടികളും ഒന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതുകൂടാണ്ട് പലർക്കും വീട്ടിൽ ഹസ്ബൻഡും വൈഫും ജോലിയുള്ളവരായിരിക്കും. കുട്ടികളും ഹസ്ബൻഡും വൈഫും കൂടി ഒത്തുചേരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ രാത്രിയായിരിക്കും. ചിലപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഏറ്റവും മെയിൻ മീൽ, പല പേഷ്യൻസും പറയാറുണ്ട് അവരുടെ മെയിൻ മീൽ എന്ന് പറയുന്നത് ഡിന്നറാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഡിന്നറാണ് നമ്മൾ ഹെവിയായി കഴിക്കുന്നത്. അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഇന്നത്തെ കാലത്ത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ ഒരു മെയിൻ വില്ലൻ തന്നെ നമ്മുടെ ഈ ഹെവി ഡിന്നറാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ എന്താണ് ഈ രാത്രിയിൽ ഇത്രയും ഹെവി ആയിട്ട്, കഴിവതും നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ മിതമായി മാത്രം രാത്രി ഭക്ഷണം കഴിക്കാൻ നോക്കുക. വളരെ ലൈറ്റായിട്ടുള്ള എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ രാത്രിയിൽ കഴിക്കുക. ഇനി അതല്ല, കല്യാണങ്ങളുണ്ട്, പാർട്ടികളുണ്ട്, ഒരു ദിവസം ഒരു ക്രേവിംഗ് ഉണ്ടായി പുറത്തു പോയി ഫുഡ് കഴിക്കണം, ഹെവിയായി കഴിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്ന് വെച്ച് ഇതൊരു എക്സ്ക്യൂസായി കണ്ട് എപ്പോഴും ചെയ്യാനല്ല, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒന്ന്, ഭക്ഷണം കഴിച്ച് വന്ന് കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഉറക്കം വരും. പക്ഷേ ഉടനെ ഉറങ്ങാണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ, 20 to 30 മിനിറ്റ്സ് ഒരു നല്ല നടക്കുക. വാക്കിംഗ് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ഡൈജഷനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കും. പിന്നെ ചെയ്യാവുന്ന കാര്യം, ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടയിലിടയിൽ സിപ്പ് ചെയ്ത്, ആ ഒരു അരമണിക്കൂർ നിങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സിപ്പ് ചെയ്ത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം, ഇഞ്ചി നീരിൽ തേൻ ചേർത്തിട്ട് കഴിക്കാം. അതും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് നമ്മുടെ ദഹനം നന്നായിരിക്കാൻ വേണ്ടിയാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ കിടന്നുറങ്ങുന്നതിന് പകരം ഒരു നടപ്പാവുക. ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഇഞ്ചി മാത്രമല്ല, ഇഞ്ചിയും മല്ലിയും ഇട്ട് തിളപ്പിച്ച വെള്ളം. കാരണം പലർക്കും ഈ രാത്രി ഹെവി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ നെക്സ്റ്റ് ഡേ ആകുമ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അസിഡിറ്റി ഫീലിംഗ് ഉണ്ട്, ഒരു ഫുൾനെസ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും മല്ലിയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെ നന്നായിരിക്കും. നന്ദി.